സെലിബ്രേഷൻ റൗണ്ട് ആയിരിക്കും. അതാണ് എന്നെ വിളിച്ചത്. ഒരു സെലിബ്രേഷൻ റൗണ്ട് ആണ്. അതില് വളരെ സത്യസന്ധയായിട്ടുള്ള ഒരാൾ വരാൻ പോവാണ്. ആരാണ് The അയാൾ? truthful Akeiti. അതെ, വെൽക്കം അകേത്തി ഓൺ സ്റ്റേജ്. ഹായ് ഹലോ. ഹായ് Akaiti in black and white. യെസ്, ആ മഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന കാണാൻ നല്ല രസമുണ്ട്. അതെ അതെ. താങ്ക് യു. ക്രിസ്മസ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങള്. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഓ, ഇന്ന് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ആണോ? അത് ആരാണ് ആ ആൾക്കാർ? എന്റെ പാട്ടുമാഷായ മാമൻ കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അതിലാരാണ് മാമൻ, ആരാണ് ഫ്രണ്ട്? അത് ആരാ? മാമൻ, അത് മാമൻ. അത് ഫ്രണ്ട്. ഇത് മാമൻ ആണോ? ആ. ഹലോ മാമൻ. പാട്ട് പഠിപ്പിക്കുന്നതും ഒരു മാമനാണോ? ആ, ആണല്ലേ? ആഹാ, പാട്ട് പഠിപ്പിക്കുന്ന മാമൻ, മാമന്റെ ഫ്രണ്ട്. പിന്നെ മാമന്റെ friend. അല്ലേ? പാട്ട് പഠിപ്പിക്കുന്ന മാമന്റെ പേര്? എന്റെ പേര് ജിഷ്ണു, എവിടെയാണ് ജിഷ്ണു? മലപ്പുറം പരപ്പനങ്ങാട്. എങ്ങനെയുണ്ട് നമ്മുടെ ആകേത് കുട്ടി? ആള് നല്ല ഉഷാറാണ്. ഓ, പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ എല്ലാം പെട്ടെന്ന് ആള് ക്യാച്ച് ചെയ്യും. കൂട്ടുകാരന്റെ പേര് രവി. എന്ത് ചെയ്യുന്നു? ഞാൻ SBI ലൈഫിൽ വർക്ക് ചെയ്യാം. ആണോ? ആ. വളരെ സന്തോഷം. ആകേതിയെ നന്നായിട്ട് ട്യൂട്ടർ ചെയ്ത് മെന്റർ ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? ദാറ്റ് ഈസ് വെരി നൈസ് കേട്ടോ. അപ്പൊ പാട്ട് ഏത്? മഴവില്ലാടും മലയുടെ മുകളിൽ. ആഹാ. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ആ. എന്താണ്? അത് ആര്യ ചേച്ചിനെ കുറിച്ചാണ്. എന്താ കേൾക്കാൻ പോണേ? ആ. കുറച്ച് സങ്കടമുള്ള കാര്യം. അതിന് അയ്യോ, എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഷൂട്ട് കഴിഞ്ഞു പോയപ്പോ ആ. ആര്യ ചേച്ചിനെ ഞാൻ കണ്ടു ട്ടോ, റോഡിൽ വെച്ചിട്ട്. ഞാൻ വണ്ടി ഹോട്ടലിൽ വെച്ചോ? ആര്യ ചേച്ചി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അടുത്ത അപ്പുറത്തന്നെ വണ്ടിയിൽ ഞാൻ ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഹായ് കാണിച്ചു, കൈ ഞാൻ കാണിച്ചു, ഹായ് പറഞ്ഞു. കൊറേ കൈ കാണിച്ചു. ആര്യ ചേച്ചി ഹായ്, മൈൻഡേ ഹായ്. ചെയ്തില്ല. ആര്യ ചേച്ചി വിളിച്ചു. അപ്പൊ ആര്യ ചേച്ചി ഇങ്ങനെ അതെന്താന്നറിയാമോ? ആര്യ ചേച്ചി- ഞാനൊരു ഉപദേശം തരാം. ആര്യ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആര്യ ചേച്ചിക്ക് ബോധമേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥയിലാ. അതെവിടെയും കൊണ്ടാവും രാവിലെ ഇങ്ങനെ തലയൊക്കെ അല്ല, ചെറുത്. മീനുട്ടി അതാ പറഞ്ഞേ. മീനുട്ടി കഴിച്ചു അവളാണ് ഏറ്റവും ഞാൻ വൃത്തികേട്. ഏറ്റവും കച്ചറയായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഞാൻ എണ്ണീച്ച് ഞാൻ എങ്ങനെയോ വല്ലേച്ച് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ ഞാൻ അതൊക്കെ അങ്ങനെ- ചെയ്യാറുണ്ടല്ലേ? പിന്നെ അതൊക്കെ ചെയ്യുന്നേ ബുദ്ധിമുട്ടിയാണെങ്കിൽ. പക്ഷെ മധുവങ്ങൾ ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരു മുടിയൊക്കെ ഇങ്ങനെ ചപ്പറച്ചാന്നല്ലേ അങ്ങനെ കെട്ടി തലയൊക്കെ ചൊറിഞ്ഞിട്ട് ഒരു വലിയ മറ്റേ സഞ്ചി വരുന്നൊരു ബാഗൊക്കെ തൂക്കി. ആര്യ ചേച്ചി അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ആർക്കും മുഖം കൊടുക്കൂല. അയ്യോ, മുഖം കൊടുക്കുന്നില്ല, ഉറക്കൊണ്ടില്ലായിരിക്കും. ഞാൻ പക്ഷേ നോക്കിയിട്ട് ഒരു സ്ഥിരത ഉണ്ടാവില്ല. ആണല്ലേ? ഇങ്ങനെ നമ്മളാണെന്നൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി എന്നൊക്കെ പറഞ്ഞേ അതേ മറ്റേ അവസ്ഥയായിരിക്കും. കോണ്ടാക്ട് ലെൻസ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടാവും. പ്രഭാതത്തിൽ നിലാവത്ത് അഴിച്ചിട്ട കോഴിയെ പോലെ ഒരു ആരാധയാൽ എല്ലാം കേൾക്കാൻ എന്റെ ജീവിതം ബാക്കി. അതെ. പിന്നെ ഏത് പാട്ടാന്ന് പാടുന്നത്? മഴവില്ലാടും മലയുടെ മുകളിൽ. സൃഷ്ടികർത്താക്കൾ ആരൊക്കെയാണ്? മൂവി മൂവിയെ ഇപ്പൊ കിട്ടും. മൂവി ഒരു തുടർക്കഥയാണ്. തുടർക്കഥ. അത് ആണ്. പിന്നെ വർഷം 1991. ലിറിക്സ് ONV കുറുപ്പ് സാർ. ഉം. പിന്നെ മ്യൂസിക് SP വെങ്കടേഷ് സാർ. ശരി, പാടിയത് പിന്നെ ചിത്രം. ഇന്ന് കാണാൻ ഇത്തിരി ഭംഗിയുണ്ട് കേട്ടോ, ഒരു സൗന്ദര്യം Thank കൂടിയിട്ടുണ്ട്. കൂടുതൽ ഇത്തിരി കൂടുതലുണ്ട്. അല്ലേ? ഇല്ലേ? ശരിയല്ലേ? അതിൽ ആ കോമ്പിനേഷനിൽ വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെനിക്കും ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ശരി മോളെ പാടിയോ. ഓക്കെ, all the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം.
ഒരുമയോടരികിലിരുന്നാൽ ഒരു കഥ പല കഥ ചൊല്ലാം കതിരുകൾ കൊയ്യാൻ കൂടി വരാം മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം കിളിയും കാറ്റും കുറുകുഴൽ തകിൽ മേളം കളവും പാട്ടും കളിച്ചിരി പുകിൽ മേളം മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം. തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ തത്തമ്മേ പാടത്തു കൊയ്യാൻ വന്നു തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ തത്തമ്മേ പാടത്തു കൊയ്യാൻ വന്നു ഉതിർമണി കതിർമണി തേടി പറവകൾ പല വഴി വന്നു ഇനിയും ഒരോണം കൂടാൻ വരൂ മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം കിളിയും കാറ്റും കുറുകുഴൽ തകിൽ മേളം കളവും പാട്ടും കളിച്ചിരി പുകിൽ മേളം മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം. നൈസ് നൈസ്. താങ്ക് യു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ അഗൈത് കുട്ടിക്ക് ടഫൊക്കെ ഈസിയാണ്, ഈസി ഒക്കെ ഈസി ടഫാണ്. ആ അപ്പൊ ഈസി ആയിട്ട് തന്നെ പാടിക്കഴിഞ്ഞാൽ എന്താവും 100 out of 100 ആവും അയ്യോ കേട്ടാ. അതെ. അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടാ. അഖൈദി കുട്ടി ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക് 96.75 out of 100. ഒരുമയോടരികിലിരുന്നാൽ ഒരു കഥ പല കഥ ചൊല്ലാം കതിരുകൾ കൊയ്യാൻ കൂടി വരാം മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം കിളിയും കാറ്റും കുറുകുഴൽ തകിൽ മേളം കളവും പാട്ടും കളിച്ചിരി പുകിൽ മേളം അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്കൊരു കംബാക്ക് ആയിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. മുകളിൽ